ക്ഷീര ഡയറിയിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2.5 വർഷമായിട്ട് കറന്നുകൊണ്ടിരിക്കുന്ന പശുണ്ട്. ഒരു പശു വാങ്ങുമ്പോൾ അതിന്റെ മടി സെറ്റ് കണ്ടറിയാം അതിന് എന്തോരം പാല് കിട്ടുന്നു. നമുക്ക് മാക്സിമം ഒരു 25-ന് മേലെ പാല് വരാനുള്ള കപ്പാസിറ്റി ഇപ്പൊ അതിന് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു മോഴ പശു ആണല്ലോ അല്ലെ? ഇത് 2ാം പേരാ. ഇതിപ്പോ 3 ദിവസം മഞ്ഞപ്പാലായിട്ട്. മഞ്ഞപ്പാൽ ഇപ്പോ ഇത് കറന്നത് 17 ലിറ്ററൊക്കെ കറന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സ്റ്റാർട്ടിംഗ് അല്ലേ? അതെ അതെ അതെ. 14-15 ലിറ്ററൊക്കെ തന്നെ പാൽ നിരമ്പ് അത്യാവശ്യം നല്ല അടിപൊളി. അത് ഈ ബ്രീഡിനൊക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ. ഒരുപാട് വണ്ണം ഉണ്ടാവില്ല. 4 ഡിസ്റ്റൻസ് കാമ്പും ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് കാമ്പല്ലേ? അതെ അതെ. മാട് സൈസ് ഉണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 4-5 പ്രസവം സിമ്പിൾ ആയിട്ട് നിർത്തണം. ശരിക്കും നീണ്ട കറവന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏകദേശം നമുക്ക് എത്ര മാസം കിട്ടും? മാക്സിമം നമുക്കൊരു വർഷം വരെയൊക്കെ നമുക്ക് സുഖമായി കറന്നു പോവാം. ക്ഷീര ഡയറിയിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2.5 വർഷമായിട്ട് കറന്നുകൊണ്ടിരിക്കുന്ന പശുണ്ട്. നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവൾക്ക് 10-17 ലിറ്റർ പാലായി. പിന്നെ ഞങ്ങൾ അത് 32 ലിറ്റർ കറന്ന പശു ആയിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ ശരി ഒരു കൊല്ലൊക്കെ കഴിഞ്ഞ് കുത്താന്ന് വിചാരിച്ചു. പിന്നെ കുത്തി അവസാനം പിടിക്കാതായി. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ജോജോ ഡോക്ടർ. സാറ് വന്നിട്ട് ഗർഭപാത്രത്തിന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് തന്നു. ഇപ്പൊ അവൾ 5 മാസമായി. ഇപ്പൊ ഒരു 17-16 ലിറ്റർ പാല് ഇപ്പൊ ഉണ്ട്. ബ്രീഡ് പശു എന്ന് പറയുമ്പോൾ ബ്രീഡ് ആണെങ്കിൽ മാത്രമേ ആ പാല് കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള നല്ല ചിന്താമണി പശുക്കളെ വാങ്ങിച്ചാൽ നല്ല നീണ്ട കറവയും കിട്ടും, നല്ല പാലും കിട്ടും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭവും കിട്ടും.